ഇല്ല, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിലെ 2 കേസുകളായിരുന്നു. ഇടുക്കിയിലെ 2 ഇടങ്ങളിലായിട്ടുള്ള 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒന്ന്, ആ 2 കേസും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുമതി 65 വയസ്സ്, കൊടിയത്തൂർ വില്ലേജാണ്, അടൂർ മലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അവർ മരണപ്പെട്ടത്. 65 വയസ്സ്. പിന്നീട് പീരുമേടാണ്, കൊലാളമേട്ടിൽ പീരുമേട് 77 വയസ്സ് പ്രഭാകരൻ, അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടത്. അതുപോലെ കോട്ടയം ജില്ലയിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സുമതിയുടെ സ്ഥലം കൊടിയത്തൂർ വില്ലേജിലെ അടൂർ മല, ഇടുക്കി ജില്ല. നമ്മളെ പ്രഭാകരൻ പീരുമേട്, കൊലാൽമേട് 77 വയസ്സ്. കോട്ടയത്ത് 2 പേരാണ് നമ്മൾക്ക് മിസ്സിംഗ് ആയിരുന്നത്. അത് ഒന്ന് ജോസഫൻ ജോണി, ഒന്ന് റെജീന ജോണി. അത് 2 പേര്, ഒരാളുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. റെജീന ജോണിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കോട്ടയത്ത് സ്ഥലം വ്യക്തമായിട്ട് പറയാം. ഈ 2 പേര്, റെജീന ജോണിയുടെ ഇതാണ് ഇനി കിട്ടാനുള്ളത്. റെജീന ജോണി, ജോണി ജോണി അതെ, അല്ല മകനും അതെ, മകന്റെ കിട്ടി, അമ്മയുടെയാണ് കിട്ടാനുള്ളത്. റെജീന ജോണി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ ജില്ലകളിലാണ് നമ്മൾ 150 മുതൽ 250 mm മഴ വരെ നമ്മൾ ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ. വയനാട് ഇതുവരെ പുതിയതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് മഴ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ സമയത്തെ മണ്ണിടിച്ചലിന് ശേഷം ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലും എവിടെയെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മഴ കനക്കുകയാണെങ്കിൽ നിർബന്ധമായും മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യത നിലവിൽ ഒട്ടനവധി ജില്ലകളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ തുടങ്ങിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും ഇപ്പോൾ ക്യാമ്പുകൾ ആരംഭിച്ചതിൻ്റെ റിപ്പോർട്ടുണ്ട്. കോട്ടയത്ത് ഏതാണ്ട് 6 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ആലപ്പുഴയിൽ കൂടുതൽ ക്യാമ്പുകൾ വേണ്ടി വരുമെന്ന് രാവിലെ കളക്ടർ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ 2 പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും കോട്ടയത്തും മഴ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒഴുകി ഇറങ്ങുന്ന പലപ്പോഴും ആലപ്പുഴയിലേക്കാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ അതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കത്തിന് സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പം നിലവിലൊന്നുമില്ല, എവിടെയും പാനിക്കാവേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷെ നമ്മളെല്ലാ കാര്യങ്ങളും പഴയ കാലത്ത് വ്യത്യസ്തമായി ചെറിയ മഴയാണെങ്കിൽ പോലും അതീവ ഗൗരവമായിട്ട് അതിനെ എടുക്കുകയും പരമാവധി അപകടങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതല്ലാതെ അങ്ങനെ വലിയ രീതിയിൽ പാനിക്കാവേണ്ട സാഹചര്യം എവിടെയും ഇല്ല. ഡാമുകളുടെ
സ്ഥിതി 10 സ്ഥലത്താണ് അല്പെങ്കിലും ഇതുള്ളത്. നിലവിൽ 10 ഡാമുകളാണ് തുറന്നിട്ടുള്ളത്. തിരുവനന്തപുരത്ത് അരുവിക്കര, പത്തനംതിട്ട മൂഴിയാറ്, ഇടുക്കി മലങ്കര ലോവർ പെരിയാർ, കല്ലാർകുട്ടി, എറണാകുളത്ത് ഭൂതത്താൻകെട്ട്, തൃശ്ശൂരിൽ പൂമല, പാലക്കാട് മംഗലം ഡാം, വയനാട് കാരാപ്പുഴ, കണ്ണൂർ പഴശ്ശി. ഇന്ന് തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 10 ഇത് നിലവിൽ തുറന്നിട്ടുണ്ട്. ഇനി തുറക്കാൻ തീരുമാനിച്ചിട്ടുള്ള നെയ്യാർ ഡാമും അതുപോലെ തന്നെ മംഗലം ഡാമും തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ തോതനുസരിച്ച് അത് തുറക്കും. ഇത് രണ്ടാണുള്ളത്. പിന്നെ പൊന്മുടി റോഡിലും അതുപോലെ തന്നെ കല്ലാർ, മങ്കയം ഇക്കോ ടൂറിസം സെൻ്ററുകളും താൽക്കാലികമായിട്ട് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DFO അത് ആ ഏരിയ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണ്. ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എവിടെ ഇല്ല, നമ്മൾ ആ റോഡിലേക്ക് നമ്മൾ നിയന്ത്രണം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ചൂരൽമല ഭാഗങ്ങളിലേക്ക് നിയന്ത്രണം, പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് അവിടുന്ന് അങ്ങോട്ടാണ് ചൂരൽമല, അതുപോലെ മുണ്ടക്കൈ, ഒരുപാട് 2-3 വാർഡുകൾ പ്രദേശങ്ങളുണ്ട്. അവിടേക്കുള്ള റൂട്ടിനകത്ത് നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന് റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ. ഇതിന് റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിത് കൊടുക്കുന്ന റോഡ് ഗതാഗതം, പിന്നെ മണ്ണിടിഞ്ഞ് വീണെടുത്തൊക്കെ റോഡ് ഗതാഗതം പെട്ടെന്ന് ശരിയാക്കുന്നതിനും അതുപോലെ മണ്ണിടിച്ചലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. 3 പേരെ കണ്ടെത്തി, ഒരാളുടെയും കണ്ടെത്താൻ. എല്ലാ കാര്യങ്ങളിലും അതിനൊക്കെ സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. നമ്മളെല്ലാ പഞ്ചായത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആളുകളും അതുപോലെ റവന്യൂവിൻ്റെ ആളുകളൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. പോലീസും ഫയർഫോഴ്സും NDRFന് പുതിയ ടീം കോട്ടയത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അങ്ങോട്ട് NDRF ടീമിന് അയക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണോ ആവശ്യമായ കാര്യങ്ങൾ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ കളക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളുടെ അഭാവം കൊണ്ട് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ ഒരു കുഴപ്പമുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ല, ക്യാമ്പ് ലിസ്റ്റ് വരുന്നേ ഉള്ളൂ. ക്യാമ്പ് ഇതിനകം കോട്ടയത്ത്, ഇടുക്കിയിലും ആലപ്പുഴയിലും ക്യാമ്പുകൾ ആരംഭിച്ചു. അതുപോലെ പത്തനംതിട്ടയിലും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണമായ കണക്ക് ഒരു 10 മണിക്ക് ശേഷം 11 മണിയോടുകൂടി മുഴുവൻ കണക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ ക്യാമ്പ് ആരംഭിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.